Hi all, welcome back to VTech classes. My name is Rinku Matthew. Constitution of India എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ അകത്തെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ സബ് ടോപ്പിക്കിൻ്റെ ഒരു വീഡിയോ ലെക്ചർ സീരീസിനിടയിലാണ് നമ്മൾ നിൽക്കുന്നത്. ദിസ് ഇസ് പാർട്ട് 4 ഓഫ് ദി വീഡിയോ. സോ ഇതിനു മുമ്പേ നമ്മൾ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ദെൻ പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചാർട്ടേഴ്സ് ആക്ടിനെ കുറിച്ചാണ്. ബേസിക്കലി രണ്ട് ചാർട്ടേഴ്സ് ആക്ട് ഉണ്ട്. ചാർട്ടേഴ്സ് ആക്ട് ഓഫ് 1833 ആൻഡ് ചാർട്ടേഴ്സ് ആക്ട് ഓഫ് 1853. സോ ഈ രണ്ടും ഓർക്കാൻ എളുപ്പമാണ്. രണ്ടും 3ലാണ് എൻഡ് ചെയ്യുന്നത്. 20 വർഷത്തെ ഡിഫറൻസ് ഉള്ളൂ. സോ 1833 ഓർത്തിരിക്കുക. അതിനുശേഷം വന്നത് 1853 ചാർട്ടർ ആക്ട് ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ചാർട്ടർ ആക്ട് ഓഫ് 1833 കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വാസ് ദ ഫൈനൽ സ്റ്റെപ്പ് ടുവേർഡ്സ് സെൻട്രലൈസേഷൻ ഇൻ ഇന്ത്യ. സെൻട്രലൈസേഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി നമ്മൾ റെഗുലേറ്റിംഗ് ആക്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് ഇസ് സെൻട്രലൈസേഷൻ എന്നുള്ള കാര്യം. സോ ഒരു സെൻറ്ററിന് ഒരു ഫൈനൽ ഒരു പവർ കൊടുക്കുക, അതിന് താഴെയായിട്ട് സബോർഡിനേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഇരുത്തുക. അതിനുവേണ്ടിയാണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 വെച്ചിട്ട് ഗവർണർ ഓഫ് ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് മാറിയത്. അവിടെ സെൻട്രലൈസേഷൻ്റെ ഫൗണ്ടേഷനെ ലേ ചെയ്തിട്ടേ ഉള്ളായിരുന്നു. പക്ഷെങ്കിൽ ചാർട്ടേഴ്സ് ആക്ട് ഓഫ് 1833 വന്നതിന് ശേഷം ഇറ്റ് വാസ് ദ ഫൈനൽ സ്റ്റെപ്പ് ടുവേർഡ്സ് സെൻട്രലൈസേഷൻ ഇൻ ഇന്ത്യ. അത് എങ്ങനെയാണ് ഇത് കൊണ്ടുവന്നത് നമുക്ക് നോക്കാം. It made the governor of Bengal as the governor general of India. The governor general of Bengal എന്ന് പറഞ്ഞ വാരൻ ഹാസ്റ്റിങ്സ് ആദ്യമേ ആയിട്ടുണ്ടായിരുന്ന പൊസിഷൻ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു പൊസിഷനെ ഇപ്പം നമ്മൾ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, അതായത് ഒരു ഫൈനൽ അതോറിറ്റി, എക്സാക്റ്റായിട്ട് പറഞ്ഞ ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിലൊക്കെ കൊണ്ടുവരുന്ന രീതിയിൽ ഒരു ഫൈനൽ അതോറിറ്റി ആയിട്ട് കൊണ്ടുവന്ന ആക്ട് എന്ന് പറയുന്നത് ചാർട്ടേഴ്സ് ആക്ട് ഓഫ് 1833. സോ ഓൾവേസ് ഓർത്തിരിക്കുക, the act that made or introduced the post of Governor General of India is nothing but the Charters Act of 1833. So ഈ ആക്ട് വന്ന സമയത്ത് ഇറ്റ് വാസ് ലോർഡ് വില്യം ബെൻഡിക് എന്ന് പറയുന്ന ഇദ്ദേഹമായിരുന്നു ആ സമയത്ത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. സോ ഹി നാച്ചുറലി ബിക്കേം ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. സോ ഇഫ് യു ഗെറ്റ് എ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, ഹി ഈസ് none other than ലോർഡ് വില്യം ബെൻഡിക്. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എല്ലാ സിവിൽ ആൻഡ് മിലിറ്ററി പവേഴ്സ്, സിവിൽ പവേഴ്സ് എന്ന് പറയുമ്പോൾ സിവിൽ റിലേറ്റഡ്, മിലിറ്ററി പവേഴ്സ് മിലിറ്ററി റിലേറ്റഡ്, ഈ എല്ലാ പവേഴ്സിനെയും ഈ പറയുന്ന ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ മേളിൽ കൊണ്ട് ഏൽപ്പിച്ചു. അങ്ങനെ ഫൈനലായിട്ടുള്ള അതോറിറ്റി ഇനി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ മാത്രമായി. അതുകൊണ്ടാണ് വി ആർ സേയിങ് ദാറ്റ് during the Charters Act of 1833 was the final step towards the centralization in India. Therefore, for the first time, it created the government of India having authority over the entire territorial area possessed by the British. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ വന്നിട്ട് പല പല സ്ഥലത്തായിട്ടായിരുന്നു ഇരുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റി ആയിരുന്നു. പക്ഷെങ്കിൽ ഇപ്പം ഒരു ബോഡീനെ കൊണ്ടുവന്നു. ആ ബോഡിക്ക് ഇറ്റ് ഹാസ് കൺട്രോൾ. ആ ബോഡിക്കുള്ള കൺട്രോൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷേഴ്സ് ഇവിടെ ഏതൊക്കെ ഏരിയ പോസസ് ചെയ്യുന്നോ ആ എല്ലാ ഏരിയസിലും ഉള്ള ഫൈനൽ അതോറിറ്റി കൺട്രോൾ ഉണ്ടെന്ന് വെച്ചാൽ ഈ ഒരു ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. ഓക്കെ, സോ അങ്ങനെയാണ് സെൻട്രലൈസേഷൻ്റെ ഫൈനൽ തിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ ഡിപ്രൈവ്ഡ് ദ ഗവർണർ ജനറൽസ് ഓഫ് മദ്രാസ് ആൻഡ് ബോംബെ ഓഫ് ദിയർ ലെജിസ്ലേറ്റീവ് പവേഴ്സ്. എന്താണ് ലെജിസ്ലേറ്റീവ് പവേഴ്സ്? ലോ മേക്കിംഗ് പവേഴ്സ് ആണ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ഈ ലോ മേക്കിംഗ് പവേഴ്സ് ബോംബെയും ആൻഡ് മദ്രാസ് ഗവൺമെൻറ്റ്സിൻ്റെ കയ്യിൽ നിന്ന് അവർ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ അങ്ങനെ ബോംബെയുടെയും അതുപോലെ മദ്രാസിൻ്റെയും ഗവർണേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എന്തെടുത്ത് കളഞ്ഞു? ലെജിസ്ലേറ്റീവ് പവേഴ്സ് എടുത്ത് കളഞ്ഞിട്ട് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഫോർ ദ എൻറ്റയർ ബ്രിട്ടീഷ് ഏരിയ ആരുടെ കയ്യിലായി? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ആ ഒരു പുതിയ പോസ്റ്റിൻ്റെ കയ്യിലായിട്ട് മാറി. അതുകൊണ്ടാണ് സെൻട്രലൈസേഷൻ്റെ ഫൈനൽ സ്റ്റെപ്സ് ആയിരുന്നു ഇത് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നൗ നേരത്തെ, അതായത് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ആയിക്കോട്ടെ, പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 ആയിക്കോട്ടെ, ഈ ടൈമിലെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ലോസിനെ എന്താണ് വിളിച്ചുകൊണ്ടിരുന്നത്? റെഗുലേഷൻസ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ലോസ് മേഡ് അണ്ടർ ദിസ് ആക്ട്, അതായത് ചാർട്ടർ ആക്ട് ഓഫ് 1833 പ്രകാരം വിളിച്ചുകൊണ്ടിരുന്നില്ല ഉണ്ടായ ലോസിനെ നമ്മൾ ഇനി മുതൽ എന്തായിട്ട് വിളിക്കാൻ തുടങ്ങി? ആക്ട് എന്ന് വിളിക്കാൻ തുടങ്ങി. രണ്ടും നമ്മളൊരു ഡിഫറൻസ് ഇല്ല. ആക്ട് എന്ന് പറയുമ്പോൾ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് അല്ലേ, നമ്മൾ പറയുന്നതിന് ഒരു രീതിയിൽ ആ ഒരു വേർഡ് മീനിങ്ങിൻ്റെ ഡിഫറൻസ് ഉണ്ട്. സോ ഓൾ ദ ലോസ് ദാറ്റ് വർ എനാക്റ്റഡ് ബിഫോർ ദ Charters Act of 1833 was called as regulations, and all the acts that were all the laws that were passed after or under this particular act was called as the act itself. Also, it ended the activities of the East India Company as a commercial body. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഓർത്തിരിക്കുക, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു കൊമേഴ്ഷ്യൽ ബോഡി ആയിട്ട്, കൊമേഴ്ഷ്യൽ ബോഡി എന്ന് പറഞ്ഞാൽ
എന്താണ് കൊമേഴ്ഷ്യൽ ഫങ്ഷൻസ് അല്ലെ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ബോഡി ആയിട്ട് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അങ്ങനെയുള്ളൊരു ഫംഗ്ഷനെ എൻഡ് ചെയ്ത ആക്ട് എന്ന് പറയുന്നത് ചാർട്ടേഴ്സ് ആക്ട് ഓഫ് 1833. വളരെ ഇമ്പോർട്ടൻറ്റ് ഓർത്തിരിക്കും. യു മൈറ്റ് ഗെറ്റ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ആക്ട് ആക്ച്വലി എൻഡഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആസ് എ കൊമേഴ്ഷ്യൽ ബോഡി? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ദി which one? The Charters Act of 1833. അപ്പം കൊമേഴ്ഷ്യൽ ഫങ്ഷൻസ് മാറി. ഇനി എന്ത് ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ? ഒരു പ്യുവർലി അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയിട്ട് മാത്രം ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവിടെ ഇരിക്കാൻ തുടങ്ങി. ബ്രിട്ടീഷ് ഗവൺമെൻറ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഭരണം ഏറ്റെടുത്ത് തുടങ്ങിയെന്നാണ് ആക്ച്വലി പറയുന്നത്. ഇറ്റ് പ്രൊവൈഡഡ് ദാറ്റ് ദ കമ്പനീസ് ടെറിട്ടറീസ് ഇന്ത്യ വെർ ടു ബി ഹെൽഡ് ഇൻ ദ ട്രസ്റ്റ് ഓഫ് ദി മജസ്റ്റി ഹിസ് ഹെയർസ് ആൻഡ് സക്സസർ. സിമ്പിൾ ടേംസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയായിട്ട് മാത്രം ഇരിക്കുന്നു. കാര്യങ്ങൾ നോക്കുന്ന ഒരു മാനേജറിൻ്റെ റോള് മാത്രമേ ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുള്ളൂ. മൊത്തമുള്ള കൺട്രോൾ ആരുടെ കയ്യിൽ തന്നെയാണ്? ബ്രിട്ടീഷ് ക്രൗണിൻ്റെ കയ്യിലാണെങ്കിൽ ബ്രിട്ടീഷ് മജസ്റ്റിയുടെ കയ്യിലാണ്. ഓക്കെ, ഇനിയും ഓർക്കാവുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഇറ്റ് attempted to introduce open system of competition for civil servants. Civil servants എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പനിയുടെ കാര്യങ്ങൾ നോക്കുന്ന സിവിൽ സർവൻസ്, റൈറ്റ്? സോ അങ്ങനെ ഒരു there was a post of civil servants who were looking after the company's affairs. സോ അതിൻ്റെ ആ കമ്പനിയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയുള്ള സിവിൽ സർവൻസിന് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആദ്യം ശ്രമിച്ച ആക്ടാണ് ചാർട്ടേഴ്സ് ആക്ട് ഓഫ് 1833. ഓർക്കുക, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചത് മാത്രമേ ഉള്ളൂ, അത് ആക്ച്വലി ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടില്ല. സോ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. കാരണം എനിക്കൊന്ന് ചാർട്ടേഴ്സ് ആക്ട് ഓഫ് 1853 വന്നപ്പോഴാണ് ആക്ച്വലി ഇൻട്രൊഡക്ഷൻ നടന്നത്. സോ വിച്ച് വാസ് ദ ആക്ട് വിച്ച് ട്രൈഡ് ടു ഇൻട്രൊഡ്യൂസ് ആൻ ഓപ്പൺ സിസ്റ്റം ഓഫ് competition for selection of civil servants in India എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it is the Charters Act of 1833. Also it said that Indians should not be debarred from holding any place, office and employment under the company. So ഇന്ത്യക്കാർക്ക് ഇനി മുതൽ കമ്പനിയിലെ എല്ലായിടത്തും ഏതൊരു പോസ്റ്റിനെയും ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഇത് വന്നെങ്കിൽ പോലും ഈ ഒരു പ്രൊവിഷനെ ആക്ച്വലി കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും ബോർഡ് ഓഫ് കൺട്രോൾസിൻ്റെയും ഒരു നല്ല രീതിയിലുള്ള എതിർപ്പ് കാരണം ഇതിനെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇന്ത്യൻസ് വർ സ്റ്റിൽ നോട്ട് ഏബിൾ ടു ഹോൾഡ് എനി പോസ്റ്റ് ഇൻ ദ കമ്പനി. ഹോൾഡ് എനി പോസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാ പോസ്റ്റുകളും ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ലൈസൻസ് ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യൻസിന് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, നൗ ദാറ്റ് ഈസ് അബൌട്ട് the Charters Act of 1833. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ചാർട്ടേഴ്സ് ആക്ട് ഓഫ് 1855 ആണ്, 1853 ആണ്. സോ ഞാൻ പറഞ്ഞ പോലെ ഓർക്കാൻ എളുപ്പമാണ്, 20 വർഷത്തെ ഡിഫറൻസേ ഉള്ളൂ, രണ്ടും എൻഡിങ് ഇൻ 3 ആണ്. എനിവേസ് ലെറ്റ്സ് ലുക്ക് ഇൻ ടു ചാർട്ടേഴ്സ് ആക്ട് ഓഫ് 1853. ഓക്കെ, ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം സെപ്പറേറ്റഡ് the legislative and executive functions of the Governor General's Council. Okay, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ റെഗുലേറ്റിംഗ് ആക്ട് പറഞ്ഞ സമയത്ത് പറഞ്ഞു ഗവർണർ ഓഫ് ബംഗാൾ എന്തായിട്ട് മാറി? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ താഴെ സബോർഡിനേറ്റ് ആയിട്ട് നമ്മളൊരു കമ്മിറ്റിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു കൗൺസിലിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 4 മെമ്പേഴ്സിൻ്റെ. അതിന് പറയുന്നവർ എക്സിക്യൂട്ടീവ് കൗൺസിലായിരുന്നു. ആ എക്സിക്യൂട്ടീവ് കൗൺസിലാണ് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള എല്ലാ കാര്യങ്ങളും, അത് ലോ മേക്കിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗവേണൻസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ഈ എക്സിക്യൂട്ടീവ് കൗൺസിലായിരുന്നു. പക്ഷെങ്കിൽ ചാർട്ടേഴ്സ് ആക്ട് ഓഫ് 1833 വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണർ ജനറലിൻ്റെ കൗൺസിലിനെ തന്നെ അവർ സ്പ്ലിറ്റ് ചെയ്തു. സോ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസിന് വേണ്ടി ഒരു ഫംഗ്ഷനെ വെച്ചു, അത് ഒരു കൗൺസിലിനെ വെച്ചു, ഓൾറെഡി ഉള്ള കൗൺസിൽ. അതിൻ്റെ കൂടെ തന്നെ ഒരു 6 ന്യൂ മെമ്പേഴ്സ് ഉള്ളൊരു പുതിയ കൗൺസിലിനെ ആഡ് ചെയ്തു ലെജിസ്ലേറ്റീവ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടി. ആ കൗൺസിലിൻ്റെ പേരെന്തായിരുന്നു? ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ആൻഡ് അതിനകത്തുള്ള മെമ്പേഴ്സിൻ്റെ പേരെന്താണ്? ലെജിസ്ലേറ്റീവ് കൗൺസിലേഴ്സ്. ഓക്കെ, ഓർത്തിരിക്കുക, ഗവർണർ ജനറൽ പുതിയൊരു ബോഡിയും കൂടെ, അതായത് അദ്ദേഹത്തിൻ്റെ കീഴിലായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി പുതിയൊരു ബോഡീനെ കൂടെ കൊണ്ടുവന്നു. ദാറ്റ് വാസ് കോൾഡ് ആസ് ദി ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഓൾറെഡി ഉള്ള എക്സിക്യൂട്ടീവ് കൗൺസിൽ അവിടെയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 6 മെമ്പേഴ്സ് ഉള്ളൊരു പുതിയ ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ കൂടെ കൊണ്ടുവന്നു. അങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യയിൽ ലോ മേക്കിങ്ങിന് വേണ്ടി ബ്രിട്ടീഷേഴ്സ് ഒരു പ്രോപ്പറായിട്ടുള്ള സെപ്പറേറ്റ് കൗൺസിലിനെ കൊണ്ടുവന്നത് ഏത് ആക്ട് പ്രകാരമാണ്? ചാർട്ടേഴ്സ് ആക്ട് ഓഫ് 1853. സോ ഇവിടെ കിട്ടാവുന്ന ക്വസ്റ്റ്യൻ, വിച്ച് ആക്ട് ഇൻട്രൊഡ്യൂസ്ഡ് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓഫ് ദി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ? ഏതാണ്? ചാർട്ടേഴ്സ് ആക്ട് ഓഫ് 1853. ഓക്കെ, നൗ this legislative wing of the council functioned as a mini parliament. Legislature എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് എന്നുള്ള രീതിയിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? സോ ഇവിടുത്തെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു മിനി പാർലമെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആക്ട് ചെയ്യാനായിട്ട് തുടങ്ങി ഓൺ ദ സെയിം പ്രൊസീജിയേഴ്സ് ആസ് ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ്. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഫോളോ ചെയ്യുന്ന ഏത് പ്രൊസീജിയറാണോ അതേ പ്രൊസീജിയറിൽ ഈ ഒരു നമ്മുടെ മിനി ലെജിസ്ലേറ്റീവ് കൗൺസിലും ഇന്ത്യയിൽ ഫങ്ഷൻ ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ,
നൗ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാർട്ടേഴ്സ് ആക്ട് ഓഫ് 1833 ട്രൈഡ് ടു ഇൻട്രൊഡ്യൂസ് അല്ലെങ്കിൽ അറ്റംപ്റ്റഡ് ടു ഇൻട്രൊഡ്യൂസ് എൻ ഓപ്പൺ സിസ്റ്റം ഓഫ് കോമ്പറ്റീഷൻ അല്ലേ, സിവിൽ സർവൻസിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു കോമ്പറ്റീഷൻ ഓപ്പൺ സിസ്റ്റം ആക്കുന്ന രീതിയിൽ ട്രൈ ചെയ്തിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എവിടെ ചാർട്ടേഴ്സ് ആക്ട് ഓഫ് 1833. പക്ഷേ അത് പ്രാവർത്തികമായത് നമ്മുടെ ചാർട്ടേഴ്സ് ആക്ട് ഓഫ് 1853 ഇൻട്രൊഡ്യൂസ് ദ ഓപ്പൺ കോമ്പറ്റീഷൻ സിസ്റ്റം ഫോർ സെലക്ഷൻ ഓഫ് റിക്രൂട്ട്മെന്റ്സ് ഓഫ് സിവിൽ സർവൻസ്. അങ്ങനെ ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെയുള്ള ആർക്ക് വേണമെങ്കിലും അതിൽ പങ്കെടുക്കാം. അങ്ങനെ ഇന്ത്യൻസിനും ആദ്യമായിട്ട് കമ്പനിയുടെ സിവിൽ സർവൻസ് എന്നുള്ള പോസ്റ്റിലേക്ക് കയറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ഏത് ആക്ടാണ്? Charters Act of 1853. So what can be the question? Which act or which regulation made by regulations വിളിക്കാൻ പാടില്ല, ഇത് മുതൽ നമ്മൾ ആക്ട് എന്നാണ്. Which act passed by the British Parliament for India empowered or which facilitated entry of Indians into the civil services എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? Charters Act of 1853 ആണ്. ഇതിനു വേണ്ടി അവരൊരു പുതിയ കമ്മിറ്റീനെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദാറ്റ് ഇസ് കോൾഡ് ആസ് ദ മക്കുലെ കമ്മിറ്റി ഓർ ഇന്ത്യൻ സിവിൽ സർവീസസ് കമ്മിറ്റി, ICSC എന്ന് പറയുന്നത് ഇന്ത്യൻ സിവിൽ സർവീസസ് കമ്മിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. കമ്മിറ്റി ഓൺ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് വിളിക്കുന്നത് മക്കുലെ കമ്മിറ്റീനെയും കൂടെ 1854 ഇതിനു വേണ്ടി ഓപ്പൺ സിസ്റ്റം ഓഫ് കോമ്പറ്റീഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് വേണ്ടി അവർ പുതിയതായിട്ട് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇറ്റ് എക്സ്റ്റെൻഡഡ് ദ കമ്പനീസ് റൂൾ ആൻഡ് അലൗഡ് ഇറ്റ് ടു റീറ്റെയിൻ പൊസഷൻ ഓഫ് ഇന്ത്യൻ ടെറിട്ടറീസ് ഓൺ ട്രസ്റ്റ് ഓഫ് ദ ബ്രിട്ടീഷ് ക്രൗൺ. സോ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ആദ്യമേ 1600 ഇവർ ചാർട്ടർ കൊടുത്തപ്പോൾ നിങ്ങൾ പോയി ട്രേഡ് ചെയ്തോളാനേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്ര വർഷത്തേക്ക് അത് പറഞ്ഞു. അതായത് ഇത്രയും വർഷത്തിന് ഇനി ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്യത്തില്ല, ഇവിടെ കയറി ഇൻ്റർഫിയർ ചെയ്യത്തില്ല. അതുപോലെ ഒരു കാര്യം ഇവിടെയും കമ്പനിക്ക് കൊടുത്തു. കമ്പനി ഇപ്പം ജസ്റ്റ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി മാത്രമാണ്. എങ്കിൽ കൂടിയും കമ്പനിയോട് പറഞ്ഞു യു ഡു കീപ് ഫങ്ഷനിങ് ആസ് നോർമൽ. പക്ഷേ എന്ന് പറഞ്ഞില്ല, എത്ര നാളത്തേക്ക് പറഞ്ഞില്ല. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ക്രൗണിന് എപ്പോൾ തോന്നുന്നോ ഇനി എനിക്ക് കമ്പനിയുടെ ആവശ്യമില്ല എന്ന് തോന്നുന്നു, ആ മൊമെൻറ്റിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനീനെ ഇല്ലാതാക്കി കളയാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെ ഒരു പ്രൊവിഷൻ ഇട്ടുകൊണ്ടാണ് ചാർട്ടേഴ്സ് ആക്ട് ഓഫ് 1853 ഉണ്ടായിരുന്നപ്പോഴത്തേനും കമ്പനിക്ക് കുറച്ച് നാളും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തത്. ഓൾസോ ഫസ്റ്റ് ടൈം ഇതിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർ ദ ഫസ്റ്റ് ടൈം ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ലോക്കൽ റെപ്രസെൻറ്റേഷൻ ഇൻ ഇന്ത്യൻ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്താണ്? ഇപ്പം പുതിയതായിട്ട് ഫോം ചെയ്ത ലെജിസ്ലേറ്റീവ് ബോഡി, എക്സിക്യൂട്ടീവ്, അത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഉള്ള ലെജിസ്ലേറ്റീവ് ബോഡി, അതിൻ്റെ അപ്പുറത്ത് എക്സിക്യൂട്ടീവ് ബോഡി ഉണ്ട്. സോ ഈ ലെജിസ്ലേറ്റീവ് ബോഡിയിൽ ആദ്യമായിട്ട് ലോക്കൽ റെപ്രസെൻറ്റേഷൻ കൊണ്ടുവന്നതും ചാർട്ടേഴ്സ് ആക്ട് ഓഫ് 1833 പ്രകാരമാണ്. അതായത് നമ്മൾ പറഞ്ഞു 6 മെമ്പേഴ്സ് ആയിരുന്നു ലെജിസ്ലേറ്റീവ് കൗൺസിലിനകത്തുള്ളത്, അല്ല, ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിനകത്തുള്ളത്. അതിൻ്റെ അകത്ത് 4 were appointed by പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റ്സ് ഓഫ് മദ്രാസ്, ബോംബെ, ബംഗാൾ ആൻഡ് ആഗ്ര. ഇത്രയും നാൾ സെൻട്രലൈസേഷനിലായിരുന്നല്ലോ, മേലുള്ള ആൾക്ക് മാത്രം പവർ എന്നുള്ള രീതിയിലായിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, മദ്രാസും ബോംബെ, ബംഗാൾ, ആഗ്ര ഈ 4 സ്ഥലത്തുള്ള ആൾക്കാരെ കൂടെ ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ 6 പേരുണ്ടായിരുന്നു, അതിൽ 4 പേര് ഫ്രം എവിടെ നിന്നാണ്, പ്രൊവിൻസസിൽ നിന്നാണ് എന്നുള്ളൊരു മേജറായിട്ടുള്ള കോൺട്രിബ്യൂഷനും ചാർട്ടേഴ്സ് ആക്ട് ഓഫ് 1853 ഉണ്ടായിരുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് മെയിൻലി അബൌട്ട് ചാർട്ടേഴ്സ് ആക്ട് ഓഫ് 1853. ഇതാണ് ചാർട്ടേഴ്സ് ആക്ട് ഓഫ് 1833 ആൻഡ് 1853 കാര്യങ്ങൾ. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.